ഇയാൾ ജയിലിലാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ജയിൽ നിൽക്കുന്ന സ്ഥലം ഏതാ? ഇസ്ലാമാബാദ് ആണോ ലാഹോർ ആണോ? കൃത്യമായിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ ആ ജയിലിന് നേരെ ഒരു അറ്റാക്ക് നടന്നു എന്ന് വെച്ചോ, അപ്പോഴും വളരെ കൃത്യമായ ആക്രമണം നടന്നാൽ അയാൾ ഉൾപ്പെടെ കുറച്ചുപേരെ മരിക്കുള്ളൂ. ഇസ്രായേലൊക്കെ ആക്രമണം നടത്തുന്ന അറിയാലോ. ഇറാനിൽ വെച്ച് പോലും ഈ ഹമാസിൻ്റെ ഒക്കെ ഭീകരവാദികളെ കൊന്ന നേതാക്കളെ അത്തരത്തിലുള്ള അറ്റാക്ക് നടത്താനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കമാൻഡോയുടെ ISI ഭീകരവാദികളുടെ ഒപ്പം അവിടുത്തെ തീവ്രവാദികളുടെയൊക്കെ സംരക്ഷണ വലയത്തിലാണ് ഈ ഹാഫിസ് ചെയ്തെങ്കിലും ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് അയാളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആക്രമണം എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ, ഇതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമുക്ക് ഒളിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. മാധ്യമങ്ങൾ എന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്കിപ്പം പറയാൻ കഴിയില്ല. എങ്കിലും ഹാഫിസ് സെയ്ദിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായ മറുപടി കൊടുക്കാൻ നമ്മൾ പദ്ധതി ഇട്ട് കഴിഞ്ഞു. ഏത് നിമിഷം എങ്ങനെ ഉണ്ടാകുന്നല്ല ഇനി അറിയാനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.